റെഗുലേറ്ററി അതോറിറ്റീസാണ് എൻ്റെ ടോപ്പിക്. അപ്പോൾ റെഗുലേറ്ററി അതോറിറ്റീസ് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ അതൊരു ഓവറോൾ പോളിസി റെഗുലേഷനും സൂപ്പർവൈസിങ് ചെയ്യും. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് എന്നാണ്. അതായത് ഒരു മാൽ പ്രാക്ടീസസോ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസോ നടക്കാതെ നോക്കുന്നതാണ് ഈ ഒരു റെഗുലേറ്ററി അതോറിറ്റീസ്. ഇത് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇൻവെസ്റ്റേഴ്സിന് ലോസോ അല്ലെങ്കിൽ അവൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഈ റെഗുലേറ്ററി അതോറിറ്റീസിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ട്, ലൈക്ക് സെബി, RBI, IRDAI, NHB. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ റെഗുലേറ്ററി അതോറിറ്റി അവർക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു സെക്ടർ ഉണ്ട്. ആ ഒരു സെക്ടറിലുള്ള പോളിസീസ് റെഗുലേഷൻ ചെയ്യുകയും ഓവറോൾ സൂപ്പർവൈസിങ് ചെയ്യുമാണ് ഇവൻ്റെ ഒരു മെയിൻ എയിം. ഫോർ എക്സാമ്പിൾ IRDAI നമുക്കറിയാം, അതൊരു ഇൻഷുറൻസ് പോളിസിൻ്റെ ഒരു റെഗുലേറ്ററി അതോറിറ്റിയാണെന്ന്. അപ്പോൾ ആ ഒരു ഇൻഷുറൻസിൻ്റെ സെക്ടറിൽ വരുന്ന ഓവറോൾ പോളിസി റെഗുലേഷനും സൂപ്പർവൈസിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു IRDAIയുടെ ഒരു മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റെഗുലേറ്ററി അതോറിറ്റീസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മ്യൂച്വൽ ഫണ്ട് ഓവറോളായിട്ട് ഗവേൺ ചെയ്യുന്നത് സെബിയാണ്. സെബി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് ദി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതായത് സെക്യൂരിറ്റി മാർക്കറ്റിൽ, ഇന്ത്യയിലെ സെക്യൂരിറ്റി മാർക്കറ്റിനെ ഓവറോളായിട്ട് ഗവേൺ ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും സെബിയാണ്. സെബി ഫസ്റ്റ് ഫോം ചെയ്തത് 1988 പിന്നെ അതൊരു ഓട്ടോണമസ് ബോഡി ആയതും മോർ പവർഫുൾ ആയതും 1992 സെബി കാരണം ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഒരു ഓവറോൾ ലോട്ട് ഓഫ് ചേഞ്ചസ് വന്നിട്ടുണ്ട്. സെബി ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് പവർഫുൾ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ സെബി മ്യൂച്വൽ ഫണ്ട് സെക്ടറിൽ ടൈം ടു ടൈം പുതിയ റൂൾസും ഗൈഡ് ലൈൻസും റെഗുലേറ്റ് ചെയ്യും. അത് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദി ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് ആണ്. അതായത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ അതായത് അവരുടെ മാൽ പ്രാക്ടീസിൽ നിന്നും അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസിൽ നിന്നും സേവ് ചെയ്യാൻ വേണ്ടി സെബി ടൈം ടു ടൈം പുതിയ റൂൾസും റെഗുലേഷൻസും ഫോർമുലേറ്റ് ചെയ്യും. മ്യൂച്വൽ ഫണ്ടിൽ സെബി പോലെ തന്നെ വേറൊരു ഓർഗനൈസേഷനാണ് AMFI, അതായത് ദി അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ. AMFI ഒരു നോൺ പ്രോഫിറ്റ് ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. അത് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് AMFI എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടു ഇൻക്രീസ് ദി പബ്ലിക് അവെയർനെസ് ഓഫ് ദി മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയാണ്. ഒരു പബ്ലിക്കിന് ഒരു മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുള്ള അവെയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്. അത് മാത്രമല്ല AMFI അതുകൂടാതെ തന്നെ വേറെ ആക്ടിവിറ്റീസ് എന്താണെന്ന് വെച്ചാൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് കൊണ്ടുവരിക, അതിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലൊരു ട്രാൻസ്പെറൻസി കൊണ്ടുവരിക, അങ്ങനത്തെ ഒരു ഫെയർ ഇൻഡസ്ട്രി പ്രാക്ടീസസ് നടത്തുക. അതൊക്കെയാണ് ഒരു AMFIൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്സ്. അടുത്തത് ബെനിഫിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. റിസ്ക് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ സ്റ്റോക്ക് അല്ല, ഇറ്റ്സ് എ പാക്ക് ഓർ എ ബണ്ടിൽ ഓഫ് സ്റ്റോക്സ്. അതായത് മ്യൂച്വൽ ഫണ്ടിനുള്ളിലെ ഓരോ സ്റ്റോക്സും ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസിൽ സെക്ടേഴ്സിൽ പെട്ട സ്റ്റോക്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്യുകയാണെങ്കിൽ അതിലെ ഒരു സ്റ്റോക്ക് FMCG സെക്ടറിൽ പെട്ട ഒരു സ്റ്റോക്ക് ആണെങ്കിൽ അടുത്ത സ്റ്റോക്ക് ചിലപ്പോൾ IT ഇൻഡസ്ട്രിയിൽ പെട്ട ഒരു സ്റ്റോക്ക് ആയിരിക്കാം. അടുത്ത സ്റ്റോക്ക് ഒരു ഹെൽത്ത് ഇൻഡസ്ട്രി ഒരു സെക്ടറിൽ പെട്ട സ്റ്റോക്ക് ആയിരിക്കാം. അപ്പോൾ നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഹോൾ IT ഇൻഡസ്ട്രി ക്രാഷ് ആവുകയാണെങ്കിൽ നമുക്കവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫുൾ എമൗണ്ട് നമുക്കവിടെ ലോസ് ആകുന്നില്ല. കാരണം നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഉള്ളിൽ തന്നെ വേറെയും സെക്ടേഴ്സിലുള്ള സ്റ്റോക്സ് ഉണ്ട്. അപ്പോൾ ഈ ക്രാഷ് ആവാത്ത വേറെ സെക്ടേഴ്സിൽ ചെറിയൊരു സർജോ ഹൈക്കോ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ ലോസ് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതാണ് ഈ റിസ്ക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് പറയുന്നത് പ്രോബ്ലംസ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ്. അതായത് ഇതിൽ കുറേ പ്രോബ്ലംസ് പറയുന്നുണ്ട്. നോ ഇന്നോവേറ്റീവ് സ്കീംസ്, അതായത് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടിൽ യൂറോപ്യൻ കൺട്രീസിനെ പോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്കീംസ് ഒന്നും ഇവർ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്നില്ല. പിന്നെ അടുത്തത് പ്രോബ്ലംസ് ഓഫ് ലിക്വിഡിറ്റി. എല്ലാ മ്യൂച്വൽ ഫണ്ടിനും നമുക്ക് ഈസി ആയിട്ട് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. സെർട്ടൻ കാറ്റഗറിയിൽപ്പെട്ട മ്യൂച്വൽ ഫണ്ട്സിന് മാത്രമേ പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു പ്രോബ്ലമാണ്. അടുത്തത് ഇൻസഫിഷ്യൻറ്റ് റിസർച്ചാണ്. അതായത് ഇന്ത്യയിലെ കൂടുതൽ
ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ് ചെയ്യുന്നതും ലാക്ക് ഓഫ് റിസർച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കൂടുതൽ ലോസ് വരാനുള്ള ഒരു ചാൻസും ഉള്ളത്. പിന്നെ സർവീസ് ഡിലേ എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. അതായത് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് ഇൻ ടൈം സർവീസ് ചെയ്യുന്നില്ല. ഇൻവെസ്റ്റേഴ്സിന് ഇൻ ടൈം സർവീസ് ചെയ്യുന്നില്ല. കുറേ ഡിലേസ് വരുത്താനുള്ള ചാൻസസ് ഇന്ത്യയിൽ കൂടുതലാണ്. അതൊരു പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ പുവർ റിസ്ക് മാനേജ്മെൻറ്റും ഈ ഒരു ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടിൽ കാണുന്നുണ്ട്. അതായത് റിസ്ക് കറക്റ്റ് ഡെലിഗേറ്റോ അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈയോ ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം കൂടി ഇതിലുണ്ട്. പിന്നെ നോ റൂറൽ ബേസ്, അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റൂറൽ ഏരിയാസിൽ ഈ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയാസിലൊന്നും ഈ ഒരു പ്രോപ്പർ മ്യൂച്വൽ ഫണ്ട് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു അവയർനെസ് ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ ചെയ്യണോ, അതൊരു പ്രോഫിറ്റ് വരുമോ ലോസ് ആകുമോ അറിയാത്തതുകൊണ്ട് അവർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഇതൊക്കെയാണ് ഒരു പ്രോബ്ലംസ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻ ഇന്ത്യ. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആണ്. ഇതൊരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് അല്ലാത്ത എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയും നമ്മൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ്സ് എന്ന് പറയുന്നു. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കളക്റ്റീവ്ലി വിളിക്കുന്ന ഒരു നെയിമാണ് ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇതൊരു ബിസിനസ് സെക്ടേഴ്സിന് ഒരു വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലീസ് ഫിനാൻസിങ്, റീഡിസ്കൗണ്ടിങ്, റീഫിനാൻസിങ്, സോഫ്റ്റ് ലോൺ, സീഡ് ക്യാപിറ്റൽ, മെർച്ചൻ്റ് ബാങ്കിങ്, കൺസൾട്ടേഷൻ, അങ്ങനെ കുറേ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് സം ഓഫ് ദ മേജർ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. അതായത് ഡെവലപ്മെൻറ്റ് ബാങ്ക് ലൈക്ക് IDBI, IFCI, ICICI, SFCS, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. അടുത്തത് UTI. UTI നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു, പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് പോസ്റ്റ് ഓഫീസസ്. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ്സ് കുറച്ച് മേജർ സർവീസസ് ബിസിനസ് സെക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സം ഓഫ് ദ മേജർ സർവീസസ് ഞാൻ പറയാം. ഡയറക്റ്റ് സബ്സ്ക്രിപ്ഷൻ ഓഫ് സെക്യൂരിറ്റീസ്, അണ്ടർറൈറ്റിംഗ് ഓഫ് ഷെയർസ്, റീഡിസ്കൗണ്ടിങ്, റീഫിനാൻസിങ്, ബ്രിഡ്ജ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിന് അവരുടെ ഇക്വിറ്റി ഇൻവെസ്റ്ററിൻ്റെ നിന്ന് പെർമനൻറ്റ് ക്യാപിറ്റൽ കിട്ടുന്ന വരെയുള്ള ഒരു ഗ്യാപ്പ് കവർ ചെയ്യാനുള്ള ഒരു ഷോർട്ട് ടേം ഫണ്ടാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ. അത് പിന്നെ ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് സ്കീം, സീഡ് ക്യാപിറ്റൽ, ഇനീഷ്യൽ സ്റ്റേജിൽ കിട്ടുന്നൊരു ഫണ്ടാണ് ഒരു സീഡ് ക്യാപിറ്റൽ. പിന്നെ സോഫ്റ്റ് ലോൺ സ്കീം, എക്യുപ്മെൻറ്റ് ഫിനാൻസ് സ്കീം, വെഞ്ചർ ക്യാപിറ്റൽ സ്കീം, ഇൻഡസ് സബ്സിഡി സ്കീം, ടെക്നോളജി അപ്ഗ്രേഡേഷൻ സ്കീം, മെർച്ചൻ്റ് ബാങ്കിങ്, ലീസ് ഫിനാൻസിങ്, എക്യുപ്മെൻറ്റ് ലീസിങ് സ്കീംസ്, സിംഗിൾ വിൻഡോ സ്കീം, എക്യുപ്മെൻറ്റ് ക്രെഡിറ്റ് സ്കീം, എക്സ്പോർട്ട് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്കീം, ടെക്സ്റ്റൈൽ മോഡേണൈസേഷൻ സ്കീം, നാഷണൽ ഇക്വിറ്റി ഫണ്ട് സ്കീം. ഇതൊക്കെയാണ് സം ഓഫ് ദ മേജർ ആക്ടിവിറ്റീസ് ആൻഡ് സർവീസസ് പ്രൊവൈഡഡ് ബൈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എൻ്റെ ടോപ്പിക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് താങ്ക് യു.